Marjan. ഹായ്, ഐ ആം മുഷ്ഫിറ. ഇന്ന് നമുക്കൊരു ജീൻസ് പോക്കറ്റ് ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് എംബ്രോയ്ഡറി ഹുപ്പാണ്. ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് വേസ്റ്റ് ജീൻസാണ്. നമ്മൾ യൂസ് ചെയ്ത് ഒഴിവാക്കിയ ജീൻസാണ് ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യം. അതൊരു 2 നമുക്ക് എടുക്കാം. പിന്നെ സിസേഴ്സും. വേറെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് എടുക്കാം, നമ്മളെ ഇഷ്ടത്തിന്. പിന്നെ അതിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പെൻസും കാര്യങ്ങളൊക്കെ എടുക്കാം. ആദ്യം ജീൻ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് പോക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബാക്ക് പോക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എംബ്രോയ്ഡറി ഹുപ്പിൻ്റെ ഉള്ളിലത്തത് എടുത്തിട്ട് അത് ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഫ്രണ്ട് സൈഡിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ഹുപ്പും വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് നല്ല ഫിറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് സൈഡിൽ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് അത് എടുക്കുക. സൈഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കത്രിക യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലേഡാണ്, എനിക്ക് ബ്ലേഡാണ് കുറച്ചും കൂടെ ഒരു സിമ്പിളായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനിവിടെ ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. ഇനി സൈഡിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് വന്ന് നിൽക്കുന്നത് ഓവറായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട, എന്നാലും കുറച്ച് ഉള്ളിലോട്ട് വെച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് വരുന്ന എഡ്ജൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ അത് വലിച്ച് നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എഡ്ജ് വേണം. അത് കാരണം കുറച്ച് എഡ്ജ് അവിടെ വെക്കുക, ബാക്കി ഓവറായിട്ട് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് നമ്മളെ പെൻസും കാര്യങ്ങളൊക്കെ കാണാതാവുന്നതിനൊക്കെ ഇത് വാളിൽ വെച്ചാൽ നമുക്ക് പെൻസും കാര്യങ്ങളൊക്കെ അതിലിട്ട് വെച്ചാൽ പിന്നെ നമ്മൾ ആവശ്യങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കും ചെയ്യാം, അതിൽ വെക്കും ചെയ്യാം. നല്ലൊരു ഓർഗനൈസറാണിത്. ഇനി ഞാൻ ഡെക്കോർ എന്ന രീതിയിൽ ഒരു ഗേളിനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ ഡെക്കോർ ചെയ്യുക. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഒന്നിൽ ഞാൻ പേനാൾ കളർ പെൻസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എല്ലാതും എന്തും നമുക്ക് അതിൽ വെക്കാൻ കഴിയുന്ന എന്തും വെക്കാവുന്നതാണ്. ബ്രഷസ് വെക്കാം, പെൻസ് വെക്കാം, പിന്നെ അതുപോലെ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം വെക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ മറ്റൊന്നും കൂടെ ചെയ്യുന്നുണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം. ഇതിലും ഞാനൊരു ഡെക്കോർ ചെയ്യുന്നുണ്ട്. ഇതിൽ ചെയ്യുന്നത് ഞാൻ ഹെയർ ഡ്രൈക്കളെ വീട്ടിലുണ്ടാക്കിയിട്ട് അതിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയതാണ്. അത് അക്രിലിക് പെയിൻറ് റെഡ് ഇട്ട് ഒന്ന് കളർ ചെയ്തെടുത്തതാണ്. പിന്നെ അതാണ് ഞാൻ ഇതിൽ ഡെക്കോർ ചെയ്യുന്നത്.
ഇതിൽ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ബ്രഷസും, എനിക്ക് ആവശ്യമുള്ള ക്രാഫ്റ്റിന് ആവശ്യമുള്ള ബ്രഷസ്, അതുപോലെ ഗ്ലാസ്, അതുപോലെ പെന്ന്, പെൻസില്, സ്കെയില്, ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ആവശ്യങ്ങൾ അതൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ജീൻസ് പോക്കറ്റ് ഓർഗനൈസർ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവും. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.